കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മൾ ഇന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള അടിപൊളി ക്വസ്റ്റൻ ആണ് ഫ്രം കോണിക് സെക്ഷൻ. കോണിക് സെക്ഷൻസ് നമുക്കറിയാം 4 ടോപ്പിക്സ് ആണ് പഠിക്കാൻ. ഒന്നാമത്തെ സർക്കിള്, രണ്ടാമത്തെ പരാബോള, മൂന്നാമത്തെ എലിപ്സ്, നാലാമത്തെ ഹൈപ്പർബോള. അപ്പോൾ കുട്ടികൾക്ക് ഇതിനകത്തുനിന്ന് ഏതാണ് ഈ എക്സാമിന് കൂടുതൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കൂടെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നത് പരാബോളയും എലിപ്സുമാണ്. ബട്ട് നമുക്ക് 2-3 വർഷം റീസെൻ്റായിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പർബോളയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സാധാരണ പ്രതീക്ഷിക്കാത്ത ഒരു ചാപ്റ്ററാണ്, മീൻസ് ടോപ്പിക്കാണ് ഹൈപ്പർബോള. പക്ഷെ അതിനുള്ളിൽ നിന്നുമാണ് എക്സാമിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെ നിങ്ങൾ മാറ്റി നിർത്തേണ്ട. പരാബോളയും എലിപ്സും അടിപൊളിയായിട്ട് പഠിച്ചോണം. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പഠിച്ചേക്കണം. നല്ല രീതിയിൽ കൂടെ എക്സാം വരെ ഉണ്ടാവും. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സിനെ +1 ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട രീതിയിലുള്ള ക്ലാസ്, നോട്ട്സ്, ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടി. ഇക്വേഷൻ ബുക്കിലെറ്റ്, ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്നുള്ളത് കൃത്യമായിട്ട് തന്നുള്ള ക്ലാസ്സാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്കിൽ എത്താൻ പറ്റും. ഏത് ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിക്കും മാത്സിനെ അനായാസം, മീൻസ് വളരെ സിമ്പിളായിട്ട് തരണം ചെയ്ത് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതികൾ. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ്, വെർട്ടെക്സ്, length of latus rectum, equation of directrix, axis of the parabola y² = 8x. നമുക്ക് 4 ടൈപ്പ് പരാബോളാസ് ഉണ്ട്. അതിനുള്ളിലെ ഫസ്റ്റ് ടൈപ്പാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം ഫിഗർ വരുന്നത്. റൈറ്റ് ഹാൻഡ് പരാബോളയാണിത്. ഇതാണ് നമ്മുടെ ഈ തന്നേക്കുന്ന ഇക്വേഷന് അനുസൃതമായിട്ടുള്ള പരാബോള. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ദണ്ട് ഇവിടെയായിട്ടൊരു ലൈനാണ് വരുന്നത് കേട്ടല്ലോ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. പിന്നെ ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഫോക്കസ് കൂടെ, ഇതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, ഈ ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ കോഡ് ദണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റസ് റെക്റ്റം. ഓക്കെ, ഇവരെയൊക്കെ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാക്കിയാണ് നമ്മൾ പറയുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഒരാൾക്കെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ y² = 8x. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണ് മോനെ, y² = 4ax. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് y², ഇവിടെയും y², ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ്? 8, ഇവിടെ ആരാണ്? 4a. ദാറ്റ് ഈസ് 4a = 8. ഓക്കെ ആണല്ലോ. ഇംപ്ലൈസ് a = എത്ര കിട്ടും? 8/4. ആൻസർ ഈസ് 2. അപ്പോൾ എ കിട്ടി. എ കിട്ടിയാൽ എല്ലാം കിട്ടി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് ചെയ്യാം. അതാണ് ഫോക്കസ്. ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ A0 എന്നാണ്. A0. ഓക്കെ, ഇതേണ്ടത് ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് A0 എന്നാണ്. A2 കിട്ടിയ സ്ഥിതിക്ക് ആ പോയിൻ്റ് ആരായി? 2, 0. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് കിട്ടി. നെക്സ്റ്റ് വെർട്ടെക്സ്. വെർട്ടെക്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 0, 0. ഇതാണ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ പരാബോള ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടേൺ ചെയ്ത് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് വെർട്ടെക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താണ്? ഈ നീളം ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളേ, എക്സ്റ്റൻഷൻ നടത്തരുത്, ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ നീളത്തിനെ നമ്മൾ ഫോർമുല 4a എന്നാണ്. ദാറ്റ് ഈസ് 4 × 2. ആൻസർ ഈസ് ആരാണ്? 8. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. അതും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിൻ്റെ ഫോർമുല x = -a എന്നാണ് കേട്ടോ. x = -a ഈ ലൈൻ്റെ ഇക്വേഷൻ കേട്ടോ. ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. ഇതാണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്. ഓക്കെ, അപ്പോൾ x = -a, ദാറ്റ് ഈസ് x = -2. അപ്പോൾ അതുമായി ഇനിയും ആക്സിസ് തീർന്നു. ആക്സിസ് ഓഫ് ദ പരാബോള എന്ന് പറഞ്ഞാൽ ഈ പരാബോള നോക്കിക്കേ, ഏത് ആക്സിസിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി പോയേക്കും നോക്കിക്കേ. ഈ എക്സ് ആക്സിനെ ചുറ്റിയല്ലേ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. അതിനെ കറക്റ്റ് ചുറ്റിയല്ലേ പോയേക്കുന്നത്. സിമെട്രിക്കായിട്ട് പോകാമെന്ന് പറയും. ദെയർഫോർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ആരാണത്? എക്സ് ആക്സിസ്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പരാബോളയുടെ സാധാരണപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഇതിപ്പോൾ y² = 8x മാറി മൈനസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
അതുപോലെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 12y എന്ന് വരാം. അപ്പോൾ അത് വേറെണ്ണം, അത് മണ്ടയ്ക്കോട്ടുള്ളതാണ് കേട്ടോ, അപ്വേഡ് പരാബോളയാണ്. അതുപോലെ എക്സ് സ്ക്വയർ ഈക്വൽ ടു -16y, ഇതൊക്കെ ഡൗൺവേഡ് പരാബോള. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസുകളെ പഠിച്ചു വെച്ചാൽ പരാബോള ഓക്കെ ആയി. അപ്പോൾ ഇനി ഇതേപോലെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാതെ ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.